ഒ.ജെ. ജനീഷ് ഇപ്പോൾ പിഴവുകളുടെ പരമ്പരയുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സാഹചര്യം അത് ഈ 10 വർഷം കൊണ്ടുണ്ടായ ഒരു പുതിയ സാഹചര്യമായി കാണാൻ പറ്റില്ല. നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ സാഹചര്യം മോശമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാലത്തും മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രോഗികളുടെ പ്രശ്നങ്ങളും ആ നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഡോക്ടർ അബ്ദുൽ ബാസിദ് പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ ഡോക്ടർമാരുടെ എണ്ണത്തിലടക്കമുള്ള പ്രശ്നം. അപ്പോൾ എവിടെയെങ്കിലും പുറമേയുള്ള തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരു സസ്പെൻഷൻ, ഒരു നടപടി എന്നതിൽ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമരം നടത്തുന്നതിനപ്പുറം അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ആലോചനയുണ്ടോ യൂത്ത് കോൺഗ്രസിന്? അല്ല, തീർച്ചയായിട്ടും നേരത്തെ ബാസിദ് പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മറ്റൊരു തകർച്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ആരോഗ്യ സംവിധാനത്തിനകത്ത് കൃത്യമായ സ്റ്റാഫ് പാറ്റേൺ പാലിക്കപ്പെടുന്നില്ല, തസ്തികകൾ കൂടുതലായി നിയമിക്കപ്പെടുന്നില്ല. പിന്നെ ഇന്ന് ഇപ്പോൾ KGM-CT-യുടെ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സമരത്തിലുമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ 2016 മുതൽ 2026 എത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെ അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ആരോഗ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് സമരം ഉണ്ടാകുന്നു? ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന എന്താ? ഞാനല്ല സർജറി നടത്തിയത്, ഞാനല്ല സർജറി നടത്താൻ പഠിപ്പിച്ചത്, ആ ആശുപത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ധാർമ്മികമായ ഉത്തരവാദിത്തമാണല്ലോ അവർക്ക് ഈ വിഷയത്തിനകത്ത് ഏറ്റവും പ്രസക്തമായി അവർക്കുള്ളത്. ഇന്ന് DYFIയുടെ ഒരു സമരം നടന്നു. അത് ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറെ വീട്ടിലേക്ക്, റിട്ടയർ ചെയ്ത് ആ ഡോക്ടറെ വീട്ടിലേക്കാണ് സമരം നടന്നത്. അവർ ഈ സർജറി നടത്തിയ ആളല്ല. ഞാൻ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയല്ല. അവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേയറ്റം അപലപനീയമാണ്, അത് തള്ളിപ്പറയേണ്ടതുമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അവർക്കെതിരെ സമരം നടത്തേണ്ടതുമാണ്. പക്ഷേ അവർ ഈ സർജറി നടത്തിയ ആളല്ല. അവർ ഈ സർജറിയുടെ ആ കാലത്തെ വകുപ്പ് മേധാവിയാണ്. അപ്പോൾ വകുപ്പ് മേധാവിയായ ലളിതാംബികയ്ക്ക് നേരെ DYFIക്കാരൻ സമരം നടത്തുന്നത് അവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ വകുപ്പ് മേധാവിക്ക് ഉള്ളതുപോലെ തന്നെ ഉത്തരവാദിത്വം സൂപ്രണ്ടിനില്ലേ? അതുപോലെ തന്നെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിക്കില്ലേ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയെ മാറ്റി നിർത്തിയിട്ടാണല്ലോ DYFIയും മറ്റ് സംഘടനകളൊക്കെ തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ബാസിദ് നേരത്തെ പറഞ്ഞു. ജനങ്ങൾ കൂടുതലായി ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സ മികവ് കൊണ്ട് എന്ന് മാത്രം കണക്കാക്കേണ്ടതില്ല. ആരോഗ്യരംഗത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് കൂടി ഉണ്ടാകാം. മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ സാധിക്കാത്ത സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള ആളുകൾ കൂടി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കൂടുതലായി ആളുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ സിസ്റ്റം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർമാരുടേതാണോ? അല്ല, അത് സർക്കാരിൻ്റെതാണ്, ആരോഗ്യവകുപ്പിൻ്റെതാണ്. അവിടങ്ങളെല്ലാം തന്നെ ഈ സംവിധാനം പരാജയപ്പെട്ടു. 2011 ഭരിച്ചിരുന്ന UDF സർക്കാരിനെയും ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാരിനെയാണ് താരതമ്യം ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി പറയുന്നത്. ആ കാലത്തിൽ നിന്ന് എത്രയോ ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഇവർ തുലനം ചെയ്യാൻ വേണ്ടി സാധിക്കുക? 10 വർഷക്കാലം മുമ്പുണ്ടായ കേരളമാണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം ഉണ്ടായ എക്സ്പെൻസ് ആണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം മുമ്പുണ്ടായ രോഗികളുടെ എണ്ണമാണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ വളർച്ചയാണോ ഇപ്പോഴുള്ളത്? അപ്പോൾ അതിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ AK നായനാരുടെയും EMSൻ്റെയും കാലത്തും കൂടി എടുത്ത് താരതമ്യം ചെയ്യട്ടെ. ആ കാലഘട്ടം മുഴുവൻ എടുത്തങ്ങോട്ട് കേരളം മുഴുവൻ 57 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാലഘട്ടം എടുത്ത് താരതമ്യം ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പോരായ്മകളാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഇവർ ഇതിനോടകം തന്നെ എത്ര അന്വേഷണ റിപ്പോർട്ടുകൾ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടാകാം? ഏതാണ്ട് 42ഓളം അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര അന്വേഷണ റിപ്പോർട്ടുകൾ നടപടിയെടുത്തിട്ടുണ്ട്? അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറിച്ച് അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങളുടെ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ടല്ലോ. ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എത്ര സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി സാധിക്കും. നേരത്തെ പ്രകാശ് മാഷ് ഇവിടെ വളരെ ആധികാരികമായി പറഞ്ഞു. സ്മൃതി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹം ഒരു ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റായിട്ടിരുന്ന് വളരെയധികം സർജറികളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വിദഗ്ധനെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അത് കത്രികയാണോ, അത് മോസ്കിറ്റോ സിസ്റ്ററാണോ, ഇതൊക്കെ സംബന്ധിച്ച് എനിക്കറിയാം. ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിലല്ലേ മാഷേ, ശ്രീ M പ്രകാശൻ, അവരുടെ ഉള്ളിലല്ലേ, ഒരു ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ഇത് കുടുങ്ങി കിടക്കുന്നത്? അതിന് ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടി പറയാൻ വേണ്ടി സാധിക്കൂ? ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എത്രയാണ്? അവരുടെ മകൻ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? അത് വൈകാരികമായി അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഒരു മനുഷ്യൻ അനുഭവിച്ച വേദനയെ പിന്നെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത്? ഒറ്റപ്പെട്ട സംഭവം എന്നാണ് നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് നിങ്ങൾ CPM പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് മരണപ്പെട്ടു. UDFൻ്റെ കാലഘട്ടത്തിലെ കെട്ടിടമാണ്, അല്ലെങ്കിൽ ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കെട്ടിടമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ബലക്ഷയം ഉണ്ടായ കെട്ടിടമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിക്ക് പറയാൻ വേണ്ടി സാധിക്കൂ? 2017 ഹർഷനയ്ക്ക് സർജറിയിൽ ഗുരുതരമായ പിഴവ് പറ്റി. ആ പിഴവ് പറ്റിയ ആ യുവതിയെ സംബന്ധിച്ച്
അത് UDFന്റെ കാലഘട്ടത്തിലാണോ LDFന്റെ കാലഘട്ടത്തിലാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഏത് സർക്കാരിന്റെ കാലഘട്ടമായാലും ശരി, ഇതിങ്ങനെ തുടർന്ന ഒരു പ്രക്രിയയല്ലേ. അപ്പോൾ ഒരു രോഗിക്ക് ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമായി, മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി പ്രയാസമുണ്ട് എന്ന് വന്നാൽ സർക്കാരിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം. അവർക്ക് തുടർ ചികിത്സ ഏർപ്പെടുത്തേണ്ട കാര്യത്തിൽ, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യത്തിൽ, അതിന് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണോ, അതിനു മുമ്പുണ്ടായ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണോ, ഇതെല്ലാം ആ രോഗിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ തെളിയിക്കേണ്ട ഉത്തരവാദിത്തമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിനോദിനി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ. അതിനെയൊക്കെ വളരെ ലാഘവതിയോട് കൂടി കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ആശുപത്രിയിൽ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർക്കുണ്ടായ പിഴവ്, ചികിത്സാ സംബന്ധമായ പിഴവ്, ആ പിഴവ് തിരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആ പിഴവിന് ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് സർക്കാരിനില്ലേ. ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവല്ലേ ആ കുട്ടിക്ക് വെപ്പുകൈ വെച്ച് കൊടുത്തത്? അല്ലാണ്ട് കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റ് ആണോ, ആരോഗ്യ വകുപ്പാണോ? ഇവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് ഇവരിങ്ങനെ നിരന്തരമായി അതിവൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടൊരു പോസ്റ്റിൽ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, പ്രതിഷേധക്കാർ വരട്ടെ, പോലീസൊന്നും എനിക്ക് വേണ്ട, പോലീസൊന്നും ഉണ്ടാകണമെന്നില്ല, പാർട്ടിക്കാരുണ്ടാകും. എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ ഇപ്പൊ നേരത്തെ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു ഈ വിഷയം വഴിതിരിച്ചുവിടെ. വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? DYFIയും CPM ഒക്കെ തന്നെയാണ്. അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് വരികയാണ്. നിർദോഷമായ ഒരു പ്രകടനം, നിർദോഷമായ പ്രതീകാത്മകമായ ഒരു സമരം, അതാണ് റീത്ത് സമർപ്പിച്ച് സമരം നടത്തിയത്. അതല്ലാതെ CPM പ്രവർത്തകന്മാർ ചെയ്യുന്നത് പോലെ, DYFIക്കാരൻ ചെയ്യുന്നത് പോലെ മന്ത്രിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചിട്ടില്ല, കായികമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ വാഹനത്തെ പരിക്കേൽപ്പിച്ചിട്ടില്ല, അവരുടെ വീടിന് പരിക്കേൽപ്പിച്ചിട്ടില്ല. വളരെ നിർദോഷമായി അവിടെ കടന്നു ചെന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് 2 പോലീസുകാരാണ് ആകെ അവിടെയുള്ളത്. അവർക്ക് ഒരു തരത്തിൽ പോലും അവരെ തടയാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. സ്വയം ആത്മസംയമനം പാലിച്ചിട്ടാണ് ആ ചെറുപ്പക്കാർ അവിടെ ആ സമരം നടത്തി അവസാനിപ്പിച്ചു പോരുന്നത്. അപ്പോൾ അതിനെ വൈകാരികമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി വരുന്നു, ജോയ് വരുന്നു, വനിതയല്ലേ എന്നുള്ള പ്രസ്താവന നടത്തുന്നു. സമരം നടത്തിയാൽ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് DYFI പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്ന, വിക്ടിമാക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള പ്രതിപക്ഷ ധർമ്മം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഒറ്റ കാര്യം കൂടി സജീവൻ നേരത്തെ പറഞ്ഞത്, പ്രതിപക്ഷത്തിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFനാണോ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ഭരണ തകർച്ചയ്ക്കോ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പോരായ്മകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല, അതിന് UDF ഉത്തരവാദിത്തം ഏറ്റെടുക്കണോ? പാരസെറ്റമോൾ അല്ലാതെ മറ്റൊരു മരുന്നും ഇവർക്ക് ആശുപത്രിയിൽ പോയാൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ ഇല്ല, അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കണോ? സ്റ്റാഫ് പാറ്റേൺ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് അവിടെയുള്ള നിലവിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകുന്നത്. അതിന്റെയും ഒരു പറയുമ്പോൾ ഇത് കേവലം ഈ 10 വർഷം കൊണ്ടുള്ള പ്രതിസന്ധി അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, 10 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവിനനുസരിച്ച്, രോഗികളുടെ വർധനവിനനുസരിച്ചിട്ട്, സർക്കാരിന് ലഭ്യമാകുന്ന സാമ്പത്തിക സൗകര്യങ്ങളും സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ട് 10 വർഷക്കാലം വലിയൊരു ടൈമാണ്, ചെറിയ കാലമല്ലല്ലോ. 10 വർഷക്കാലം ഒരു ഭരണ തുടർച്ചയ്ക്കകത്ത് വലിയൊരു ടൈമാണ്. ആ ടൈമിനകത്ത് സർക്കാർ പാലിക്കേണ്ടതായ കാര്യങ്ങളിൽ ഉണ്ടായ പോരായ്മ, ആ പോരായ്മയെ മറച്ചു വെച്ചിട്ടാണ് ഇവരിങ്ങനെ നിരന്തരമായ കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. പുതുയുഗ യാത്രയിൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുതുയുഗ യാത്രയിലേക്ക് അപ്പോൾ എവിടെയാണ് ഈ വിഷയത്തെ, എവിടേക്കാണ് അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞങ്ങൾ ഉന്നയിച്ചത് ആരോഗ്യവകുപ്പിന്റെ ഭരണപരമായ പരാജയത്തെ സംബന്ധിച്ചിട്ടാണ്, ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ പോരായ്മയെ സംബന്ധിച്ചിട്ടാണ്. ഇതിനോടകം ഇവരിങ്ങനെ റിപ്പോർട്ടുകളായി വാങ്ങിക്കെട്ടി വെച്ചിട്ടുള്ള ആ റിപ്പോർട്ടുകൾ ഒന്നിച്ചു കൂട്ടിക്കെട്ടി ഇറക്കിയാൽ ഒരു 5000 പേജുള്ള പുസ്തകം ഇറക്കാൻ വേണ്ടി സാധിക്കും. അത്രത്തോളമുണ്ട് ഈ ആരോഗ്യവകുപ്പിന്റെ ഭരണപരമായ പോരായ്മകൾ. അത് ശ്രീ M പ്രകാശൻ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. Debate with Smriti Parithikar.